പ്രിയ വിദ്യാർത്ഥികളെ, സെക്കൻഡ് ഇയർ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷന്റെ 4ാമത്തെ ചാപ്റ്ററായ വെബ് ടെക്നോളജി എന്ന ചാപ്റ്ററിന്റെ 9ാമത്തെ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പ്രധാനമായിട്ടും HTML-ലെ കുറെ ടാഗുകളും അതിന്റെ ആട്രിബ്യൂട്ട്സും അതിന് കൊടുക്കാവുന്ന പോസിബിൾ വാല്യൂസ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത് അല്ലെ. ഇന്നും അതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരേ ഒരു ടാഗിനെ കുറിച്ച് മാത്രമേ പഠിക്കുന്നുള്ളൂ. അത് നമുക്ക് HTML ഒരു വെബ് ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും ആവശ്യം വരുന്ന, ഏറ്റവും ഉപകാരപ്പെടുന്ന, എല്ലാവരും തന്നെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ടാഗാണ്. ഒരു ഇമേജ് എങ്ങനെ ഇൻസേർട്ട് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച്, അതിനാവശ്യമായ ടാഗും അതിന്റെ ആട്രിബ്യൂട്ട്സും അതിന്റെ വാല്യൂസും ഒക്കെയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടാഗിന്റെ പേര് IMG എന്നുള്ള ടാഗാണ്. ശ്രദ്ധിക്കുക, IMG, ഇമേജ് എന്നുള്ളതിന്റെ ഷോർട്ടായിട്ട് IMG എന്നുള്ള ടാഗാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അതിന്റെ ഉപയോഗം എന്ന് പറയുന്നത് ഒരു HTML ഡോക്യുമെന്റിലേക്ക് ഒരു ഇമേജ് ഇൻസേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഇമേജ് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടാഗാണ് IMG ടാഗ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, നമ്മളൊരു വെബ് പേജ് ഒക്കെ ചെയ്യുന്ന സമയത്ത് എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ് അതിൻ്റെ അകത്ത് ഏതെങ്കിലും രീതിയിൽ ഒരു പിക്ചറൊക്കെ ഇൻസേർട്ട് ചെയ്യാന്നുള്ളത് അല്ലെ. ഒരു വെബ് പേജ് ഏറ്റവും മനോഹരമായിട്ടൊക്കെ ചെയ്യുമ്പോൾ പല രീതിയിലുള്ള പിക്ചേഴ്സ് നമ്മൾ എന്തുമായിട്ടാണോ ചെയ്യുന്നത്, ഇപ്പോൾ സ്കൂളിന്റെ ആണ് ചെയ്യുന്നതെങ്കിൽ സ്കൂളിന്റെ പ്രധാനപ്പെട്ട 3-4 പിക്ചേഴ്സ് ഒക്കെ ആഡ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും കമ്പനിക്ക് വേണ്ടിയാണ് ചെയ്യുന്നതെങ്കിൽ അവരുടെ പിക്ചേഴ്സ് ആഡ് ചെയ്യുക. അങ്ങനെ ഏതൊരു വെബ് പേജ് എടുത്ത് നോക്കിയാലും ഓൾമോസ്റ്റ് ഒരു 95% ഓഫ് വെബ് പേജുകളിലും ഇത്തരത്തിലുള്ള ഇമേജുകൾ കൊണ്ട് അത് മനോഹരമാക്കിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അത്തരത്തിൽ നമുക്ക് ആവശ്യമായ രീതിയിൽ ഇമേജുകൾ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഒരു ടാഗാണ് IMG ടാഗ് എന്ന് പറയുന്നത്. ഇനി ഇതിന് പ്രധാനമായിട്ടും 8 ആട്രിബ്യൂട്ടുകളുണ്ട്. 8 വ്യത്യസ്തമായ ആട്രിബ്യൂട്ടുകളുണ്ട്. ഈ ആട്രിബ്യൂട്ടുകളെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ഞാൻ പറഞ്ഞു, ഇത് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടാഗാണ്, നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്ന ഒരു ടാഗാണ്, നമ്മൾ കൂടുതൽ ഇൻസേർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ടാഗും കൂടിയാണ്. അപ്പൊ അത്തരത്തിലാവുമ്പോൾ ഇതിന്റെ ആട്രിബ്യൂട്ട്സ് എന്താണ്, അതിന്റെ പോസിബിൾ വാല്യൂസ് എന്താണ്, ഓരോ ആട്രിബ്യൂട്ട്സും എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ ഇത്രയും ആട്രിബ്യൂട്ട്സ് ഉള്ളത് കൊണ്ടും വിശദീകരിക്കേണ്ടത് കൊണ്ടും കൂടിയാണ് അത് തന്നെ ഒരു സ്പെഷ്യൽ ക്ലാസ് ആയിട്ട് തന്നെ എടുക്കുന്നത്. ഓക്കെ, അങ്ങനെയാണ് എങ്കിൽ നമുക്ക് അതിന്റെ ആട്രിബ്യൂട്ട്സിലേക്ക് പോകാം. ഞാൻ പറഞ്ഞു, IMG ടാഗ് എന്ന് പറയുന്നത് ഒരു ഇമേജ് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടാഗാണ്. ഇനി ഒരു IMG ടാഗ് മാത്രം ഉണ്ടായത് കൊണ്ട് നമുക്കൊരു ഇമേജ് ഇൻസേർട്ട് ചെയ്യാൻ സാധിക്കില്ല. അത് ഒരു ഇമേജ് ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആട്രിബ്യൂട്ടായ SRC എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് ആവശ്യമുണ്ട്. അപ്പൊ 1ാമത്തെ ആട്രിബ്യൂട്ട് ആയിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് SRC എന്നുള്ള ആട്രിബ്യൂട്ടാണ്. SRC എന്ന് പറയുമ്പോൾ അതൊരു സോഴ്സിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, SRC എന്നുള്ള ആട്രിബ്യൂട്ടിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോഴ്സിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഏത് സോഴ്സ് ആണ് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ഇൻസേർട്ട് ചെയ്യാൻ നേരത്തെ നമ്മളവിടെ SRC എന്നുള്ള ആട്രിബ്യൂട്ട് ഉപയോഗിച്ചിരുന്നു അല്ലെ. എന്ന് പറഞ്ഞതുപോലെ അവിടെ SRC എന്നുള്ള ആട്രിബ്യൂട്ട് അല്ല, ബാക്ക്ഗ്രൗണ്ട് ഈസിക്കൽ ടു എന്നുള്ള സോഴ്സ് കൊടുക്കുകയാണ് ചെയ്തത്. ഇവിടെ ഒരു ഇമേജിന്റെ സോഴ്സ് ഏതാണെന്ന് വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് SRC എന്നുള്ള ആട്രിബ്യൂട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം നമ്മൾ ഇമേജ് എന്നുള്ള ടാഗിന്റെ കൂടെ SRC എന്നുള്ള ആട്രിബ്യൂട്ട് നിർബന്ധമായിട്ടും ഉപയോഗിച്ചിരിക്കണം. എന്നാൽ മാത്രമാണ് നമുക്കൊരു ഇമേജിനെ ഇൻസേർട്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. IMG എന്ന് കൊടുത്തുകൊണ്ട് മാത്രം ഡീഫോൾട്ട് ആയിട്ടൊരു പിക്ചർ അവിടെ വരത്തില്ല. അപ്പം IMG എന്നുള്ള ടാഗിന്റെ കൂടെ നിർബന്ധമായിട്ടും ഉപയോഗിച്ചിരിക്കേണ്ട ഒരു ആട്രിബ്യൂട്ടാണ് SRC എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട്. ഈ SRC എന്നുള്ള ആട്രിബ്യൂട്ട് പിക്ചറിന്റെ സോഴ്സ് ഏതാണ് എന്നാണ് കാണിക്കുന്നത്. അപ്പൊ SRC ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞു കൊടുക്കേണ്ടത് നമ്മൾ ഏത് പിക്ചർ ആണോ ഇൻസേർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ പിക്ചറിന്റെ പാത്താണ് കൊടുക്കേണ്ടത്. അപ്പൊ ഒരു പിക്ചറിന്റെ പാത്ത് കൊടുക്കുമ്പോൾ നമുക്ക് 2 രീതിയിൽ കൊടുക്കാം. പിക്ചറിന്റെ URL ആണ് പാത്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം പിക്ചറിന്റെ URL കൊടുക്കുമ്പോൾ നമുക്ക് 2 രീതിയിൽ കൊടുക്കാം. ഏതൊക്കെയാണ് 2 രീതികൾ? റിലേറ്റീവ് URL ആയിട്ട് കൊടുക്കാം, അബ്സല്യൂട്ട് URL ആയിട്ടും കൊടുക്കാം അല്ലെ. അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസങ്ങളൊക്കെ നമ്മൾ ഫസ്റ്റ് ഇയറിലും പഠിച്ചാണ്. ബാക്ക്ഗ്രൗണ്ട് ചെയ്യുമ്പോൾ കാര്യത്തിൽ ഞാൻ പറഞ്ഞാണ് അല്ലെ. നമ്മുടെ സിസ്റ്റത്തിൽ കിടക്കുന്ന എവിടെയെങ്കിലും കിടക്കുന്ന ഒരു പിക്ചർ ആണ് ആഡ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അബ്സല്യൂട്ട് URL ആയിട്ട് അതിന്റെ പാത്ത് കൊടുക്കേണ്ടി വരും. അതായത് അതിന്റെ ഫുൾ പാത്ത് അല്ലെ, അതിന്റെ ബേസ് ഡയറക്ടറി മുതൽ ആ പിക്ചറിന്റെ പേര് ഡോട്ട് എക്സ്റ്റൻഷൻ വരെയുള്ള അത്രയും പാത്ത് നമ്മൾ കൊടുത്താലാണ് അത് അബ്സല്യൂട്ട് URL ആയിട്ട് മാറുക. ഇനി റിലേറ്റീവ് URL ആയിട്ട് കൊടുക്കുന്നത് എപ്പോഴാണ്? നമ്മൾ ചെയ്യുന്ന HTML ഡോക്യുമെന്റും നമ്മൾ ഇതിലേക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന പിക്ചറും ഒരേ ഫോൾഡറിൽ തന്നെയാണ് എങ്കിൽ
രണ്ടും ഒരു ഫോൾഡറിൽ തന്നെ ഉള്ള ഫയലുകളാണ് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ റിലേറ്റീവ് URL ആയിട്ട് ഉപയോഗിക്കാം. റിലേറ്റീവ് URL ആയിട്ട് ഉപയോഗിക്കുമ്പോൾ എന്ത് മാത്രം കൊടുത്താൽ മതി, മുഴുവൻ പാത്തും കൊടുക്കണ്ട, പകരം അതിന്റെ പേരും എക്സ്റ്റൻഷനും മാത്രം കൊടുത്താൽ മതി. ക്ലിയർ? നിങ്ങളുടെ ഒരു എക്സാമ്പിൾ ശ്രദ്ധിക്കുക. ഞാൻ റിലേറ്റീവ് URL ആയിട്ട് കൊടുത്തിരിക്കുന്ന ഒരു എക്സാമ്പിൾ ശ്രദ്ധിക്കുക. IMG എന്നുള്ള ടാഗ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. IMG എന്നുള്ള ടാഗിന്റെ പേരിന് ശേഷം ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ എന്ത് കൊടുത്തിട്ടുണ്ട്, SRC എന്നുള്ള ആട്രിബ്യൂട്ട് കൊടുത്തിട്ടുണ്ട്. ശ്രദ്ധിക്കുക, SRC എഴുതുമ്പോൾ S ക്യാപിറ്റൽ ആണ്, ആറും സിയും സ്മോൾ ഇട്ട്. SRC ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞുകൊണ്ട് ഡബിൾ ഇൻവേർട്ടഡ് കോമയിൽ picture1.jpg എന്ന് കൊടുത്തിരിക്കുന്നു. സപ്പോസ് ഞാൻ സേവ് ചെയ്തിരിക്കുന്ന പിക്ചറിന്റെ പേര് picture1 എന്നാണ്, ആ ഇമേജിന്റെ പേര് picture1 എന്നാണ്. അത് എവിടെയാണ് സേവ് ചെയ്തിരിക്കുന്നത്? ഞാൻ ഈ HTML ഡോക്യുമെന്റ് എവിടെയാണോ സേവ് ചെയ്യുന്നത് അതേ ഫോൾഡറിൽ തന്നെയാണ് ഈ പിക്ചറും സേവ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ റിലേറ്റീവ് URL ആയിട്ട് പിക്ചറിന്റെ പേരും എക്സ്റ്റൻഷനും മാത്രമായിട്ട് picture1.jpg എന്ന് മാത്രം ഞാൻ കൊടുക്കുന്നത്. ഈ picture1 എന്ന് പറഞ്ഞ ഇമേജ് ഈ ഫോൾഡറിലല്ല മറ്റേതെങ്കിലും ഫോൾഡറിലായിരുന്നുവെങ്കിൽ ഇതിന്റെ ബേസ് ഡയറക്ടറി മുതൽ ആ പിക്ചറിന്റെ പേര് എക്സ്റ്റൻഷൻ വരെയുള്ള ഫുൾ പാത്ത് നമ്മൾ കൊടുക്കേണ്ടി വന്നേനെ. അങ്ങനെ കൊടുക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. ഇത് മറ്റൊരു സിസ്റ്റത്തിലേക്ക് നമ്മൾ കോപ്പി ചെയ്ത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പാത്തിനൊക്കെ ചില മാറ്റങ്ങൾ ആ സിസ്റ്റത്തിൽ വരാം. അപ്പം അത് പിക്ചർ ഓപ്പൺ ചെയ്യാത്തൊരവസ്ഥയൊക്കെ അവിടെ ഉണ്ടാകും. അതുകൊണ്ടാണ് ഈ രീതിയിൽ ആണ് നമ്മൾ ഉപയോഗിക്കുക. ഇതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള മെത്തേഡ്. ഓക്കെ, അപ്പം ഒരു IMG ടാഗിന്റെ കൂടെ നിർബന്ധമായിട്ടും SRC എന്നുള്ള ആട്രിബ്യൂട്ട് ഉപയോഗിച്ചിരിക്കണം. ഈ SRC എന്നുള്ള ആട്രിബ്യൂട്ട് ഉപയോഗിക്കാതെ ഏത് പിക്ചറാണ് നിങ്ങൾ ഡിസ്പ്ലേ ചെയ്യുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനവും അവിടെ ഇല്ല. ഓക്കെ, മറ്റുള്ള ആട്രിബ്യൂട്ട്സ് ഒന്നും നിങ്ങൾക്ക് ആവശ്യമില്ല എങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാതിരിക്കാം. പക്ഷെ SRC എന്നുള്ള ആട്രിബ്യൂട്ട് നിർബന്ധമായിട്ട് ഉപയോഗിച്ചിരിക്കണം. SRCയുടെ വാല്യൂ എന്ന് പറയുന്നത് ആ പിക്ചറിന്റെ പാത്താണ്. നിങ്ങൾക്ക് രണ്ട് രീതിയിൽ പാത്ത് കൊടുക്കാം. റിലേറ്റീവ് URL ആയിട്ടും കൊടുക്കാം, അബ്സല്യൂട്ട് URL ആയിട്ടും കൊടുക്കാം. റിലേറ്റീവ് URL ആയിട്ട് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ക്ലിയർ? അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾ നിങ്ങളിവിടെ കണ്ടപ്പോൾ picture1.jpg എന്ന് പറഞ്ഞ ആ പിക്ചർ ആയിരിക്കും നമുക്ക് സ്ക്രീനിൽ IMG ടാഗ് ഉപയോഗിച്ച് ഡിസ്പ്ലേ ചെയ്യാൻ സാധിക്കും. നിങ്ങൾ എന്ത് പേരാണ് കൊടുത്തത് ആ പേരാണ്. ഓക്കെ, ഇനി അവിടെ എക്സ്റ്റൻഷൻ ശ്രദ്ധിക്കുക. ഞാൻ JPG എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. JPG വേണമെങ്കിൽ കൊടുക്കാം. JPG തന്നെ വേറെ രീതിയിൽ എഴുതുന്ന JPEG എന്നുള്ള ഫോമാറ്റ് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇനി PNG ഫോമാറ്റ് വേണമെങ്കിൽ ഉപയോഗിക്കാം. GIF ഫോമാറ്റ് വേണമെങ്കിൽ ഉപയോഗിക്കാം. അത്തരത്തിൽ ഓരോ ബ്രൗസറും സപ്പോർട്ട് ചെയ്യുന്ന പല ഫോമാറ്റുകളുണ്ട്. എല്ലാ ബ്രൗസറുകളും എല്ലാ എക്സ്റ്റൻഷൻസും സപ്പോർട്ട് ചെയ്തോണം എന്നില്ല. ഓക്കെ, ഏറ്റവും കോമൺ ആയിട്ട് ഓൾമോസ്റ്റ് എല്ലാ ബ്രൗസേഴ്സും തന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫോമാറ്റാണ് JPG ഫോമാറ്റ്. ഓക്കെ, അതുകൊണ്ട് തന്നെ JPG പിക്ചേഴ്സ് നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം. എല്ലാ ബ്രൗസറിലും തന്നെ അത് സപ്പോർട്ട് ആയിക്കോളും. പക്ഷെ മറ്റേതെല്ലാം തന്നെ എല്ലാ ബ്രൗസറിലും സപ്പോർട്ട് ആയിക്കോളണം എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ബ്രൗസറിൽ ചെക്ക് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അത് ചില റെസൊല്യൂഷനോ പിക്സൽ റേറ്റോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചില ഇതിന്റെയൊക്കെ അനുസരിച്ച് സൈസിന്റെ ഒക്കെ അനുസരിച്ചും പിന്നെ ബ്രൗസറിന്റെ സെറ്റിംഗ്സിന്റെ അടിസ്ഥാനത്തിലൊക്കെ മാറ്റങ്ങൾ വരാറുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഏറ്റവും വിശ്വസിക്കാവുന്ന ഒരു ഫോമാറ്റ് എന്ന് പറയുന്നത് JPG ആണ്. ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ഒരു സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ ഒരു പിക്ചർ നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കുക. IMG ടാഗ് ഉപയോഗിക്കുക, അതിൻ്റെ കൂടെ SRC എന്നുള്ള ആട്രിബ്യൂട്ടും ഉപയോഗിക്കുക. ഓക്കെ, ഇനി മറ്റ് ആട്രിബ്യൂട്ടുകളിലേക്ക് വരുവാണെങ്കിൽ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു ആട്രിബ്യൂട്ട് ആണ് ഹൈറ്റ് എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട്. HEIGHT, ഹൈറ്റ്. ഈ ഒരു ആട്രിബ്യൂട്ടിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്ന പിക്ചറിന്റെ ഒരു ഹൈറ്റ് സെറ്റ് ചെയ്യുക. ഇത്ര പിക്സൽ ഉള്ള ഹൈറ്റ് ഉള്ള ഒരു പിക്ചർ എന്നുള്ള രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാം. അല്ല എങ്കിൽ നമുക്ക് ബ്രൗസർ വിൻഡോയുടെ മൊത്തത്തിലുള്ള ഹൈറ്റിന്റെ ഇത്ര പെർസെന്റേജ് എന്ന് കൊടുക്കാം. 100% എന്ന് കൊടുത്താൽ അത് ഫുൾ ഹൈറ്റിൽ നമ്മൾ ബ്രൗസർ വിൻഡോയുടെ മുകളിൽ മുതൽ താഴെയുള്ള ആ ഫുൾ ഹൈറ്റിൽ ആ പിക്ചറിന്റെ ഹൈറ്റ് ഉണ്ടാവും. ഞാൻ 50% എന്ന് കൊടുത്താൽ അതിന്റെ പകുതി സൈസിലുള്ള പിക്ചറിന്റെ ഹൈറ്റ് ആയിരിക്കും ഉണ്ടാകുക. ഓക്കെ, അപ്പൊ അങ്ങനെ പിക്സൽ ആയിട്ടോ പെർസെന്റേജ് ആയിട്ടോ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. കൂടുതലും ആളുകൾ ഓപ്റ്റ് ചെയ്യുന്നത് പിക്സൽ ആയിരിക്കും. കാരണം എന്താ വെച്ചാൽ പിക്ചറിന്റെ സൈസ് പിക്സലായിട്ട് കൊടുക്കുന്നതാണ് ഒന്നുകൂടെ ഒന്ന് സൈസ് മറ്റ് കണ്ടന്റുകളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ സൗകര്യം എന്നുള്ളതുകൊണ്ട് നിങ്ങളുടെ ഇഷ്ടത്തിന് പിക്സലോ പെർസെന്റേജോ വേണമെങ്കിൽ ഉപയോഗിക്കാം. അടുത്ത മൂന്നാമത്തെ ഒരു ആട്രിബ്യൂട്ട് ആണ് വിഡ്ത്ത് എന്ന് പറയുന്നത്. ഹൈറ്റിന്റെ കൂടെ തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ആട്രിബ്യൂട്ട് ആണ് വിഡ്ത്ത്. അതായത് ഹൈറ്റിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ പിക്ചറിന്റെ വിഡ്ത്ത്, വീതി എത്രത്തോളം വേണം എന്നുള്ളത് സെറ്റ് ചെയ്യുന്നതാണ് വിഡ്ത്ത് എന്നുള്ള ആട്രിബ്യൂട്ട്. അതും ഈ പറഞ്ഞതുപോലെ പിക്സൽ വാല്യൂ ആയിട്ടോ ബ്രൗസർ വിൻഡോയുടെ വിഡ്ത്തിന്റെ എത്ര പെർസെന്റേജ് എന്ന രീതിയിൽ വേണമെങ്കിലോ രണ്ട് രീതിയിൽ കൊടുക്കാം. ഓക്കെ, അപ്പം ഹൈറ്റും വിഡ്ത്തും ഈ രണ്ട് ആട്രിബ്യൂട്ട്സ് ഉദ്ദേശിക്കുന്നത് ഒരു നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്ന പിക്ചറിന്റെ ഹൈറ്റും വിഡ്ത്തും സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ക്ലിയർ?
ഇനി നമ്മൾ ഹൈറ്റും വിട്ടും കൊടുത്തിട്ടില്ല എങ്കിൽ അത് ഡീഫോൾട്ട് ആയിട്ട് സെറ്റ് ചെയ്യുന്നത് ഹൈറ്റും വിട്ടും ഏതാണെന്ന് ചോദിച്ചാൽ ആ പിക്ചറിന് ഒരു ഡീഫോൾട്ട് ഹൈറ്റ് ആൻഡ് വിഡ്ത്ത് ഉണ്ടാവും. അത് ഓരോ പിക്ചറിനും വ്യത്യസ്തമായിരിക്കും. ക്ലിയർ? അത് നമ്മൾ ഇപ്പോൾ ഡൗൺലോഡ് ചെയ്തതാണെങ്കിലോ നമ്മൾ തന്നെ ക്യാപ്ചർ ചെയ്ത പിക്ചർ ആണെങ്കിലോ അതിൻ്റെയൊക്കെ നമ്മൾ കൊടുത്തിരിക്കുന്ന റെസൊല്യൂഷനും അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ അതിന്റെ ഹൈറ്റും വിഡ്ത്തിനും ഒക്കെ വ്യത്യാസങ്ങളുണ്ടാവും. ഓരോ പിക്ചറിനും അതിനനുസരിച്ചുള്ള വ്യത്യാസങ്ങളുണ്ടാവും. അപ്പം ഒത്തിരി റെസൊല്യൂഷൻ കൂടിയ പിക്ചേഴ്സ് ഒക്കെയാണ് നമ്മൾ ചെയ്യുന്നത് എങ്കിൽ നമ്മൾ ഹൈറ്റും വിഡ്ത്തും ഒന്നും സെറ്റ് ചെയ്യാതെ അത് നമ്മൾ ബ്രൗസർ വിൻഡോയിലേക്ക് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് വലിയ ഒരു പിക്ചറായിട്ട് ബ്രൗസർ വിൻഡോയിലേക്ക് വരും. അതായത് ആ പിക്ചറിന്റെ ചെറിയൊരു ഭാഗം മാത്രമേ ബ്രൗസർ വിൻഡോയിൽ കാണാൻ പറ്റുള്ളൂ. ബാക്കി ഭാഗങ്ങളെല്ലാം പുറത്തേക്ക് പോകുന്ന രീതിയിൽ അത്രയും വലിയൊരു ഇമേജ് ആയിട്ടായിരിക്കും അത് വിൻഡോയിലേക്ക് വരിക. ഇനി അത്തരത്തിൽ കുറഞ്ഞ സൈസ് കുറഞ്ഞ റെസൊല്യൂഷൻ കുറഞ്ഞ ഒരു പിക്ചറാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ വളരെ ചെറിയ സ്മോൾ ആയിട്ടുള്ള ഒരു പിക്ചറായിട്ട് ചിലപ്പോൾ അത് ബ്രൗസർ വിൻഡോയിൽ വന്നു വരും. അപ്പൊ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് പിക്ചറിനെ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഹൈറ്റും വിഡ്ത്തും ഉപയോഗിച്ച് ചെയ്യുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. അപ്പൊ ശ്രദ്ധിക്കുക, ഇനി ഇത്തരത്തിൽ ഇമേജുകൾ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ നിർബന്ധമായിട്ടും ഹൈറ്റും വിഡ്ത്തും സെറ്റ് ചെയ്ത് തന്നെ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പൊ അങ്ങനെ ആവുമ്പോൾ നമുക്ക് നമ്മൾ ഉപയോഗിക്കുന്ന പിക്ചേഴ്സ് എല്ലാം ഒരേ സൈസിലുള്ള പിക്ചേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ എല്ലാത്തിനും ഒരേ സൈസും വിഡ്ത്തും കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം ആ ഒരേ അലൈൻമെന്റിൽ തന്നെ നിൽക്കും. അല്ല എങ്കിൽ ഒരെണ്ണം വലുതും ഒരെണ്ണം ചെറുതും ആ രീതിയിലേക്കൊക്കെ പോകാനുള്ള സാധ്യതകളുണ്ട്. ഓക്കെ, ഇനി ഈ ഹൈറ്റും വിഡ്ത്തും എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള ഒരു എക്സാമ്പിൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാനിവിടെ കൊടുക്കുന്നുണ്ട് IMG SRC is equal to picture1.jpg. ഞാൻ പറഞ്ഞു എപ്പോഴാണെങ്കിലും SRC ഉപയോഗിച്ചേ പറ്റുള്ളൂ. അപ്പൊ SRC is equal to picture1.jpg എന്ന് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ കൊടുക്കുന്നു ഹൈറ്റ് ഈസ് ഈക്വൽ ടു 100 എന്ന് കൊടുത്തിരിക്കുന്നു, വിഡ്ത്ത് ഈസ് ഈക്വൽ ടു 100 എന്ന് കൊടുത്തിരിക്കുന്നു. രണ്ടും 100 കൊടുത്ത് ഒരു സ്ക്വയർ ടൈപ്പിലുള്ള ഇമേജ് ആയിട്ട് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് ഹൈറ്റ് കൂടി വിഡ്ത്ത് കുറയ്ക്കാനാണെങ്കിൽ എനിക്ക് വേണമെങ്കിൽ ഹൈറ്റ് ഈസ് ഈക്വൽ ടു 100, വിഡ്ത്ത് ഈസ് ഈക്വൽ ടു 80 അങ്ങനെ കൊടുത്താൽ വിഡ്ത്ത് കുറവായിരിക്കും. അത് നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. തൽക്കാലം ഞാനിവിടെ ഹൈറ്റ് ഈസ് ഈക്വൽ ടു 100, വിഡ്ത്ത് ഈസ് ഈക്വൽ ടു 100 എന്ന് കൊടുക്കുന്നു. അപ്പം എന്താണ് ഈ picture1.jpg എന്ന് പറഞ്ഞ ആ പിക്ചർ എങ്ങനെയാണ് ഡിസ്പ്ലേ ചെയ്യുക? ഒരു 100 പിക്സൽ സൈസ് ഹൈറ്റും 100 പിക്സൽ വിഡ്ത്തും ഉള്ള ഒരു പിക്ചറായിട്ട് അത് ഡിസ്പ്ലേ ചെയ്യും. ക്ലിയർ? ഓരോ ആട്രിബ്യൂട്ട്സ് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. നമുക്ക് ഒരു ആട്രിബ്യൂട്ട് ഉപയോഗിച്ച ശേഷം സ്പേസ് ഇട്ടിട്ട് അടുത്ത ആട്രിബ്യൂട്ടും അതിന്റെ വാല്യൂ ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ വാല്യൂസ് കൊടുക്കുമ്പോൾ ഡബിൾ ഇൻവെർട്ടഡ് കോമയ്ക്കുള്ളിൽ കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. എക്സാമ്പിൾ അത് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അതാണ് ഹൈറ്റും വിഡ്ത്തും എന്ന് പറയുന്നത്. ഉപകാരപ്പെടുന്ന രണ്ട് ആട്രിബ്യൂട്ട്സ് തന്നെയാണ്. ഇനി അടുത്ത ഒരു ആട്രിബ്യൂട്ട് ആണ് വി സ്പേസ് എന്ന് പറയുന്നത്. വി സ്പേസ് എന്ന് പറയുന്നത് സെറ്റിംഗ് ദ വെർട്ടിക്കൽ സ്പേസിംഗ് ബിറ്റ്വീൻ ടു ഇമേജസ്. അവിടെ ഒറ്റ ഇമേജ് ഉണ്ടായാൽ പോരാ, ഒന്നിൽ കൂടുതൽ ഇമേജുകൾ വേണം. അടുത്തടുത്ത് സെറ്റ് ചെയ്യുന്ന ഒന്നിൽ കൂടുതൽ ഇമേജുകൾ വേണം. അത്തരത്തിൽ ഒന്നിൽ കൂടുതൽ ഇമേജുകൾ ഉണ്ടെങ്കിൽ രണ്ട് ഇമേജുകളുടെ ഇടയിൽ സെറ്റ് ചെയ്യേണ്ട വെർട്ടിക്കൽ സ്പേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെർട്ടിക്കൽ അലൈൻമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? മുകളിൽ നിന്ന് താഴേക്കുള്ള അല്ലെ. ഒരു പിക്ചർ മുകളില് ഒരു പിക്ചർ അതിന്റെ താഴെയാണ് എങ്കിൽ, മുകളിലും താഴെയായിട്ട് രണ്ട് പിക്ചേഴ്സ് ഉണ്ടെങ്കിൽ ആ രണ്ട് പിക്ചറുകൾ തമ്മിലുള്ള സ്പേസിങ്, ഒരു പിക്ചർ കഴിഞ്ഞിട്ട് എത്ര സ്പേസ് കഴിഞ്ഞിട്ടാണ് അടുത്ത പിക്ചർ എന്നുള്ളതാണ് വി സ്പേസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ വി സ്പേസ് കൊടുത്തിട്ടില്ല എങ്കിൽ എന്ത് സംഭവിക്കും? ഈ രണ്ട് പിക്ചറും ചേർന്നിരിക്കും, ഒട്ടിച്ചു വെച്ചതുപോലെ ചേർന്നിരിക്കും. നമുക്ക് സെപ്പറേഷൻ പെട്ടെന്ന് മനസ്സിലാവുക ചെയ്യും. പക്ഷെ നമ്മൾ പിക്ചർ അലൈൻമെന്റ് ചെയ്യുമ്പോൾ ചെറിയൊരു ഗ്യാപ്പ് എപ്പോഴും ഇട്ടിട്ടാണ് അല്ലെ, ഒരു സ്പേസിങ് കൊടുത്തിട്ടാണ് നമ്മൾ എപ്പോഴും ചെയ്യുക. അപ്പൊ അതാണ് ഒരു ഭംഗി. അത്തരത്തിൽ സ്പേസിങ് കൊടുക്കണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ആട്രിബ്യൂട്ട് ആണ് വി സ്പേസ് എന്ന് പറയുന്നത്. അടുത്ത ഒരു ആട്രിബ്യൂട്ട് ആണ് എച്ച് സ്പേസ്, അതായത് ഹൊറിസോണ്ടൽ സ്പേസിംഗ്. രണ്ട് പിക്ചറുകൾ തമ്മിലുള്ള ഹൊറിസോണ്ടൽ സ്പേസിംഗ്, അതായത് ഒരെണ്ണം ഇവിടെ വെക്കുന്നു, അതിന്റെ തൊട്ട് അപ്പുറത്ത് തന്നെ മറ്റൊരു പിക്ചർ വെക്കുന്നു. അപ്പൊ ആ രണ്ട് പിക്ചറുകൾ തമ്മിൽ ഒരു സ്പേസിംഗ് വരാൻ വേണ്ടിയിട്ടാണ് എച്ച് സ്പേസ് എന്നുള്ള ആട്രിബ്യൂട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പം വി സ്പേസ് നമ്മൾ മുകളിലും താഴെ വരുന്ന പിക്ചർ തമ്മിലുള്ള സ്പേസ് കൊടുക്കാനും, എച്ച് സ്പേസ് എന്ന് പറയുന്നത് വലതുഭാഗത്തും ഇടതുഭാഗത്തായിട്ട് അങ്ങനെ വരുന്ന ഒരേ ലൈനിൽ തന്നെ വരുന്ന പിക്ചേഴ്സ് തമ്മിൽ സ്പേസിംഗ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുക? വി സ്പേസും എച്ച് സ്പേസും എന്നുള്ളത് കൊടുക്കുക. നിങ്ങളിവിടെ ഒരു എക്സാമ്പിൾ ശ്രദ്ധിക്കുക. ഞാനിവിടെ കാണിക്കുന്നുണ്ട് 4 പിക്ചേഴ്സ് ഞാൻ വരുന്ന രീതിയിലുള്ള ഒരു എക്സാമ്പിൾ ആണ് ചെയ്തിരിക്കുന്നത്. അവിടെ ഞാൻ വി സ്പേസും എച്ച് സ്പേസും കൊടുത്തിട്ടുണ്ട്. അവിടെ തന്നെ ഞാൻ ഇതൊരു ബ്രൗസർ വിൻഡോയിൽ ഡിസ്പ്ലേ ചെയ്യുന്ന ഔട്ട്പുട്ട് ആയിട്ടല്ല, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാനൊന്ന് അലൈൻമെന്റ് ചെയ്ത് കാണിക്കുന്നതാണ്. ഇങ്ങനെയാണ് അത് വരിക. അപ്പൊ വി സ്പേസ് എന്നുള്ളത് എവിടെയാണ്, എച്ച് സ്പേസ് എന്നുള്ളത് എവിടെ വരുന്ന സ്പേസ് ആണെന്നുള്ളത് കൃത്യമായിട്ട് അതിൻ്റെ അകത്ത്
കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം രണ്ട് മുകളിലും താഴെയായിട്ട് വരുന്നതിന് ഉള്ള ഗ്യാപ്പിനെയാണ് നമ്മൾ വി സ്പേസ് എന്ന് പറയുക. സൈഡിലേക്ക് ഒരേ ലൈനിൽ തന്നെ വരുന്ന ഗ്യാപ്പിനെയാണ് നമ്മൾ എച്ച് സ്പേസ് എന്ന് പറയാം. അപ്പോൾ അത് ഈ ഒരു ആട്രിബ്യൂട്ട് എപ്പോൾ മാത്രമേ നമുക്ക് ഉപകാരപ്പെടൂ? ഒന്നിൽ കൂടുതൽ പിക്ചേഴ്സ് കൊടുക്കുന്നുണ്ട് എങ്കിൽ മാത്രമാണ് ഈ ആട്രിബ്യൂട്ട് നമുക്ക് ഉപകാരപ്പെടുക. അത് താഴെയാണ് പിക്ചേഴ്സ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് വി സ്പേസ് മാത്രമേ ഉപയോഗിക്കേണ്ടതായിട്ട് വരുള്ളൂ. ഒരേ ലൈനിൽ തന്നെ ഇങ്ങനെ വലതുവശത്തേക്ക് ഇങ്ങനെ ആഡ് ചെയ്ത് പോകുന്ന പിക്ചേഴ്സ് ആണെങ്കിൽ നമുക്ക് എച്ച് സ്പേസ് മാത്രമേ ഉപകാരപ്പെടൂ. ഇതേപോലെ മുകളിലും താഴെയും സൈഡിലും എല്ലാം ഉണ്ടെങ്കിൽ മാത്രമാണ് വി സ്പേസും എച്ച് സ്പേസും ഉപയോഗിക്കേണ്ടതായിട്ട് വരിക. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു പിക്ചർ ഒരു സ്ഥലത്ത് ഉപയോഗിക്കുന്നതിന് ശേഷം മറ്റൊരു പിക്ചർ വേറൊരു സ്ഥലത്താണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആ ഓരോന്നും ഇൻഡിവിജ്വൽ ആയിട്ടാണ് നിൽക്കുന്ന പിക്ചേഴ്സ് ആണ്. അത്തരം കേസുകളിൽ നമുക്ക് എന്ത് വേണ്ട, വി സ്പേസും എച്ച് സ്പേസും ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യങ്ങൾ വരാറില്ല. ഓക്കെ, അപ്പൊ ഒരു കൂട്ടമായിട്ട് ഒന്നിൽ കൂടുതൽ പിക്ചേഴ്സ് ഒരു ഏരിയയിൽ തന്നെ ഒരു കൂട്ടമായിട്ട് നമ്മൾ കൊടുക്കുമ്പോഴാണ് നമുക്ക് വി സ്പേസും എച്ച് സ്പേസും ഒക്കെ ആവശ്യം വരിക. ഓക്കെ, അതാണ് വി സ്പേസ് എച്ച് സ്പേസ് എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട്സ്. ഇനി നമ്മുടെ ആറാമത്തെ ഒരു ആട്രിബ്യൂട്ട് ആണ് അലൈൻ എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട്. ഈ അലൈൻ ആട്രിബ്യൂട്ടിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ പിക്ചറിനെ ലെഫ്റ്റ് അലൈൻഡോ സെൻട്രൽ അലൈൻഡോ റൈറ്റ് അലൈൻഡോ നമ്മൾ ടെക്സ്റ്റ് ഒക്കെ അലൈൻ ചെയ്തു അത്തരത്തിലുള്ള ഒരു അലൈൻമെന്റ് അല്ല. പകരം നമ്മൾ ഒരു പിക്ചർ ഇൻസേർട്ട് ചെയ്യുമ്പോൾ അതിന്റെ സൈഡിൽ എവിടെയൊക്കെ ആയിട്ട് എന്തെങ്കിലും ടെക്സ്റ്റ് കണ്ടന്റുകളൊക്കെ ഉണ്ടാവും. ഇല്ല, വെറുതെ പിക്ചർ മാത്രം ആയിരിക്കില്ല. ചിലപ്പോൾ അങ്ങനെ മാത്രമേ ഉണ്ടാവുള്ളൂ, പിക്ചർ മാത്രമേ ചിലപ്പോൾ ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ പിക്ചറിന്റെ സൈഡിൽ തന്നെ ടെക്സ്റ്റ് കണ്ടന്റുകളും ഉണ്ടായി എന്ന് വരും. അങ്ങനെ പിക്ചറിനോട് ചേർന്ന് തന്നെ ടെക്സ്റ്റ് കണ്ടന്റ് ഉണ്ട് എങ്കിൽ ഈ ടെക്സ്റ്റ് കണ്ടന്റ് പിക്ചറിന്റെ ഏത് ഭാഗത്താണ് അലൈൻ ചെയ്ത് വരേണ്ടത് എന്നുള്ളതാണ് ഈ അലൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 3 തരത്തിലുള്ള അലൈൻമെന്റ് ആണ് ഇവിടെ ഉള്ളത്: ബോട്ടം, മിഡിൽ, ടോപ്പ്. അപ്പൊ നമ്മൾ കൊടുക്കുന്ന ടെക്സ്റ്റ് പിക്ചറിന്റെ ബോട്ടം സൈഡിൽ വരണോ, പിക്ചറിന്റെ മിഡിൽ സൈഡിൽ സ്റ്റാർട്ട് ചെയ്യണോ, അതോ പിക്ചറിന്റെ ടോപ്പ് ഭാഗത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യണോ എന്നുള്ളതാണ് ഈ അലൈൻമെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ബോട്ടം അലൈൻമെന്റ് എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റിന്റെ ബേസ് ലൈനും പിക്ചറിന്റെ ബോട്ടം സൈഡും ഒരേ ലെവലിലായിരിക്കും ഉണ്ടാകുക. മിഡിൽ അലൈൻമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്സ്റ്റിന്റെ ബേസ് ലൈൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ലൈൻ ഇട്ടിട്ട് അതിന്റെ മുകളിൽ കൂടെ എഴുതുമ്പോൾ ആ ലൈനിലെ ചേർത്താണ് നമ്മൾ എഴുതുക, അല്ലെ? അതാണ് അതിന്റെ ബേസ് ലൈൻ എന്ന് പറയുന്നത്. അതായത് താഴെ കൂടെ കൃത്യമായിട്ട് വരയ്ക്കാൻ പറ്റുന്ന ഒരു വര, അതാണ് ബേസ് ലൈൻ. നമ്മൾ വരയ്ക്കുന്നില്ല എങ്കിലും അത് നമ്മൾ ഡീഫോൾട്ട് ആയിട്ട് നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്, അല്ലെ? അപ്പൊ ആ ഒരു ബേസ് ലൈൻ ഇപ്പൊ മിഡിൽ അലൈൻമെന്റ് ആണ് എങ്കിൽ പിക്ചറിന്റെ നടുഭാഗത്തിന് ശേഷം ആ ഒരു അലൈൻമെന്റിലായിരിക്കും ആ ടെക്സ്റ്റ്. പിക്ചറിന്റെ നടുക്ക് എഴുതാന്നല്ല, പിക്ചറിന്റെ മുകളിൽ എഴുതാന്നല്ല കേട്ടോ, പിക്ചറിന്റെ ഒരു നടുഭാഗത്ത് വരുന്ന രീതിയിലായിരിക്കും അതിന്റെ ഇത് പോകുന്നുണ്ടാവും. ടോപ്പ് അലൈൻമെന്റ് എന്ന് പറഞ്ഞാൽ അത് മോൾ ഭാഗത്തായിട്ടായിരിക്കും ഉണ്ടാവും. നിങ്ങളുടെ എക്സാമ്പിൾ ശ്രദ്ധിക്കുക, ഞാൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ കൂടുതൽ കൺഫ്യൂഷൻ ആവുള്ളൂ. നമുക്ക് എക്സാമ്പിളിലൂടെ തന്നെ അത് മനസ്സിലാക്കാം. സപ്പോസ് ഒരു ബോട്ടം അലൈൻമെന്റ് ആണ് എങ്കിൽ നിങ്ങളുടെ പിക്ചറും ശ്രദ്ധിക്കുക. പിക്ചറിന്റെ ബോട്ടം സൈഡിലായിട്ടാണ് ആ ടെക്സ്റ്റ് വരുന്നത്, അല്ലെ? പിക്ചർ ഇങ്ങനെ നിൽക്കുന്നു, അതിന്റെ ബോട്ടം സൈഡിലായിട്ടാണ് ടെക്സ്റ്റ് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. അതിന്റെ വലതുഭാഗത്തായിട്ട് വരുന്ന രീതിയിലാണ് ഇപ്പൊ ടെക്സ്റ്റ് കൊടുത്തിരിക്കുന്നത്. ഇടതുഭാഗത്ത് വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം, ആദ്യം ടെക്സ്റ്റ് കൊടുത്തിട്ട് പിന്നെ ഇമേജ് ഡിസ്പ്ലേ ചെയ്യാനാണെങ്കിൽ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ടെക്സ്റ്റിന് ശേഷമാണ് ഇമേജ് വരിക. ഇമേജ് ആദ്യം വരണമെങ്കിൽ ഇമേജ് ആദ്യം ഡിസ്പ്ലേ ചെയ്തിട്ട് അതിന് ശേഷം ടെക്സ്റ്റ് കൊടുത്താൽ ഇമേജിന് ശേഷം വലതുഭാഗത്ത് ടെക്സ്റ്റ് വരും. അപ്പൊ നിങ്ങൾ ഏത് അലൈൻമെന്റ് വേണമെന്ന് കൃത്യമായിട്ട് IMG ടാഗിന്റെ കൂടെ കൊടുക്കണം എന്ന് മാത്രം. ഇപ്പൊ ബോട്ടം അലൈൻമെന്റ് കൊടുത്താൽ ടെക്സ്റ്റ് അവിടെ വരും, ഇമേജിന്റെ ബേസ് ലൈനോട്, ഇമേജിന്റെ താഴത്തെ ബോട്ടം സൈഡിനോട് ചേർന്നുള്ള ഭാഗത്ത് ആ ഒരു ലൈനിലായിരിക്കും ആ ടെക്സ്റ്റ് ഡിസ്പ്ലേ ചെയ്യുക. ഇനി ഞാൻ അലൈൻ ഈസ് ഈക്വൽ ടു മിഡിൽ എന്ന് കൊടുത്താലോ? അപ്പൊ ശ്രദ്ധിക്കുക, ഇമേജിന്റെ ഏത് ഭാഗത്തായിട്ടാണ് ടെക്സ്റ്റ് ഡിസ്പ്ലേ ചെയ്യുന്നത്? കണ്ട, ഒരു നടുഭാഗത്തിന് ഒരു ലൈൻ ഇട്ടാൽ ആ ലൈനിന്റെ നേരെയായിട്ടാണ് അത് ഡിസ്പ്ലേ ചെയ്യുക. അത് വലതുഭാഗത്ത് വേണോ ഇടതുഭാഗത്ത് വേണോ എന്നുള്ളത് നമ്മൾ ഓർഡർ മാറ്റി കൊടുത്താൽ മതി. ഇമേജ് ഇൻസെർട്ട് ചെയ്യുന്നതും ടെക്സ്റ്റ് കൊടുക്കുന്നതും ഓർഡർ മാറ്റി കൊടുത്താൽ ആദ്യം ടെക്സ്റ്റ് കൊടുക്കുകയാണെങ്കിൽ ടെക്സ്റ്റ് ഇടതുഭാഗത്ത് വന്നിട്ട് ഇമേജ് വലതുഭാഗത്ത് വരും. ആദ്യം ഇമേജ് കൊടുത്തിട്ട് പിന്നീട് ടെക്സ്റ്റ് കൊടുത്താൽ ഇമേജ് ഇടതുഭാഗത്തും ടെക്സ്റ്റ് വലതുഭാഗത്തും വരും. ഓക്കെ, അപ്പം മിഡിൽ എന്ന് കൊടുത്താൽ ടെക്സ്റ്റ് ഇങ്ങനെ ഒരു മിഡിൽ ലൈനിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ ഒരു ഏരിയയിലാണ് ഡിസ്പ്ലേ ചെയ്യുക. ഇനി അലൈൻമെന്റ് ഈസ് ഈക്വൽ ടു ടോപ്പ് എന്ന് കൊടുത്താൽ പിക്ചറിന്റെ ടോപ്പ് ലൈനിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏരിയയിലായിരിക്കും ടെക്സ്റ്റ് ഡിസ്പ്ലേ ചെയ്യുക. ഓക്കെ, മനസ്സിലായിരിക്കും. അപ്പൊ നമ്മൾ ഒരു ഇമേജ് കൊടുത്തിട്ട് അതിനോടനുബന്ധമായിട്ടുള്ള എന്തെങ്കിലും ടെക്സ്റ്റുകൾ കൊടുക്കുമ്പോൾ ആ ടെക്സ്റ്റ് ഈ ഇമേജുമായിട്ട് ബന്ധപ്പെട്ട് ഏത് പൊസിഷനിലാണ്, ബോട്ടം പൊസിഷനിൽ വേണോ മിഡിൽ പൊസിഷനിൽ വേണോ ടോപ്പ് പൊസിഷനിൽ വേണോ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അലൈൻ എന്നുള്ള ആട്രിബ്യൂട്ട് ഉപയോഗിക്കുക. ഇപ്പൊ IMG ടാഗിന്റെ ഒരു ആട്രിബ്യൂട്ട് ആണ് അലൈൻ എന്ന് പറയുന്നത്.
അത് ഇമേജിനെ അലൈൻമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, പകരം ഇമേജുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഒരു ടെക്സ്റ്റ് കൊടുക്കുന്നുണ്ടോ എങ്കിൽ ആ ടെക്സ്റ്റ് ഇമേജിന്റെ ഏത് അലൈൻമെന്റ് ആയിട്ടാണ് വരേണ്ടതെന്നാണ്. ടോപ്പ് അലൈൻമെന്റ് വേണമെങ്കിൽ കൊടുക്കാം, മിഡിൽ അലൈൻമെന്റ് വേണമെങ്കിൽ കൊടുക്കാം, ബോട്ടം അലൈൻമെന്റ് വേണമെങ്കിൽ കൊടുക്കാം. ക്ലിയർ? ഇനി അടുത്ത ഒരു ആട്രിബ്യൂട്ട് ആണ് ബോർഡർ എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട്. അതായത് നമ്മൾ സാധാരണ രീതിയിൽ ഒരു ഇമേജ് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇമേജ് എങ്ങനെയാണോ അതേപടി തന്നെ അത് ഡിസ്പ്ലേ ചെയ്യും. നമുക്കിപ്പോൾ വേണമെങ്കിൽ അതിന്റെ 4 ഭാഗത്തും ഒരു ബോർഡർ കൊടുക്കണം, കുറച്ച് കട്ടിയിലുള്ള ഒരു ബോർഡർ കൊടുക്കണമെങ്കിൽ അതിനുപയോഗിക്കുന്ന ആട്രിബ്യൂട്ട് ആണ് ബോർഡർ എന്നുള്ള ആട്രിബ്യൂട്ട്. അത് ചെറിയൊരു പിക്സൽ വാല്യൂ ആയിട്ട് ഒത്തിരി ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. 2, 3, 5 ഒക്കെ കൊടുത്താൽ മതി. അത്രയും വാല്യൂ ആകുമ്പോൾ തന്നെ കുറച്ച് കട്ടി തിക്കായിട്ടുള്ള ഒരു ലൈൻ 4 ബോർഡറുമായിട്ട് അതിന് വരും. നമ്മൾ ഒത്തിരി വലിയതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ വലിയ ബോർഡർ ആയിപ്പോകും, പിക്ചർ വളരെ ചെറുതും വലിയ ബോർഡറും ആയിപ്പോകും. അതുകൊണ്ട് ബോർഡർ വാല്യൂ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഒരു 5 ഒക്കെ വരെ മാക്സിമം മതി. അതൊക്കെ തന്നെ നല്ല കട്ടിയുള്ള ബോർഡർ ആയിരിക്കും. ഓവർ സൈസിൽ ഒരു ബോർഡർ കൊടുത്തു കഴിഞ്ഞാൽ പിക്ചറിന്റെ ഭംഗിയൊക്കെ പോകും. ഡീഫോൾട്ട് ബ്ലാക്ക് കളറിലുള്ള ഒരു ബോർഡർ ആണ് അതിന് വരിക. ഓക്കെ, അപ്പം ബോർഡർ എന്നുള്ള ആട്രിബ്യൂട്ട് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കൊടുക്കുന്ന പിക്ചറിന് നമുക്ക് ബോർഡർ സെറ്റ് ചെയ്യാം. ഓരോ ഇമേജിനും ഓരോ IMG ടാഗിന്റെ കൂടെ പ്രത്യേകം നമുക്ക് ബോർഡർ വേണമെങ്കിൽ ബോർഡർ 5 IMG ടാഗ് ഉപയോഗിച്ച് 5 പിക്ചർ ഇൻസെർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഓരോന്നിനും നമുക്ക് ബോർഡർ വേണമെങ്കിൽ ഓരോ IMG ടാഗിന്റെ കൂടെ നമ്മൾ ബോർഡർ എന്നുള്ള ആട്രിബ്യൂട്ട് കൊടുക്കണം. ഓക്കെ, ഇനി അടുത്ത ലാസ്റ്റത്തെ ആട്രിബ്യൂട്ട് ആണ്. നമ്മളിപ്പോൾ 7 ആട്രിബ്യൂട്ട്സ് പറഞ്ഞു. ഇനി 8ാമത്തെ ആട്രിബ്യൂട്ട് ആണ് ഓൾട്ട് എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട്. ALT, ഓൾട്ട്. ഓൾട്ടർനേറ്റ് എന്നുള്ളതിന്റെ ഒരു ഷോർട്ട് ആയിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത്, ഓൾട്ട് എന്നുള്ള ആട്രിബ്യൂട്ട്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, സപ്പോസ് ഞാൻ പറഞ്ഞു നമ്മളിപ്പം ക്രിയേറ്റ് ചെയ്യുന്ന വെബ് പേജ് എന്ന് പറയുന്നത് നമ്മുടെ സിസ്റ്റത്തിലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്, അല്ലെ? വെബ് പേജ് എന്ന് പറയുന്നത് നമ്മൾ ഇന്റർനെറ്റിൽ പോസ്റ്റ് ചെയ്തുകൊണ്ട് യൂണിവേഴ്സലി ആക്സസിബിൾ ആവാൻ വേണ്ടി കൊടുക്കുന്ന ഒരു സംഭവമാണ്. അത് ഉപയോഗിക്കുന്ന ആളുകൾ അവർ ഏത് ബ്രൗസറിലാണ് അത് ഓപ്പൺ ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. ഒരുപക്ഷെ നമ്മളത് ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ സിസ്റ്റത്തിൽ ഉള്ള ബ്രൗസർ വിൻഡോയിൽ ഓപ്പൺ ചെയ്യുമ്പോൾ എല്ലാം പെർഫെക്റ്റ് ആയിരിക്കാം, അല്ലേ? ഞാനിപ്പോൾ അതൊരു ഗൂഗിൾ ക്രോം ആണ് എന്റെ സിസ്റ്റത്തിൽ ഉള്ളതെങ്കിൽ ഞാൻ ഒരു HTML ഡോക്യുമെന്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തു. എന്റെ സിസ്റ്റത്തിലുള്ള ഗൂഗിൾ ക്രോം എന്നുള്ള ബ്രൗസർ വിൻഡോയിൽ അത് ഓപ്പൺ ചെയ്യുമ്പോൾ എല്ലാം കറക്റ്റ് ആണ്. അവിടെ അല്ലെങ്കിൽ എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ഞാൻ മാറ്റം വരുത്തി. വേറൊരാള് അത് ഇന്റർനെറ്റിൽ നിന്ന് ഉപയോഗിക്കുന്ന സമയത്ത് അയാൾ ഒരു പക്ഷേ ഇന്റർനെറ്റ് എക്സ്പ്ലോററോ അല്ലെങ്കിൽ മോസില്ല ഫയർഫോക്സോ ഒപ്പേറയോ അതുപോലുള്ള ഏതെങ്കിലും മറ്റു ബ്രൗസറുകളാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ ചിലപ്പോൾ ചില പ്രശ്നങ്ങൾ നേരിട്ടേക്കാം, ഇപ്പോഴും ഉണ്ടാവുന്നൊന്നുമല്ല. അപ്പം ഈ ഇമേജ് ഇൻസേർട്ട് ചെയ്യുന്ന കാര്യത്തിൽ ചിലപ്പം വരാവുന്ന ഒരു പ്രോബ്ലമാണ് നമ്മൾ കൊടുത്തിട്ടുള്ള ഇമേജ് ആ ബ്രൗസർ വിൻഡോയിൽ ഓപ്പൺ ആവുന്നില്ല, അല്ലെങ്കിൽ ആ ബ്രൗസർ ആ വിൻഡോയുടെ ഒരു ഫോമാറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞു കൂടുതലും ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു ഫോമാറ്റ് ആണ് JPG എന്ന് പറയുന്നത്. സപ്പോസ് നമ്മുടെ കയ്യിലുള്ള പിക്ചർ JPG അല്ല, ഞാൻ GIF ആണ് കൊടുത്തത്, GIF എന്ന് പറഞ്ഞ ഫോമാറ്റ് ആണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ആ ഫോമാറ്റിലുള്ള ഒരു പിക്ചറാണ് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത്. അൺഫോർച്ചുനേറ്റ്ലി അത് ഉപയോഗിക്കുന്ന മറ്റൊരാൾ അത് ഓപ്പൺ ചെയ്തിരിക്കുന്ന ബ്രൗസറിൽ ഈ പറഞ്ഞ GIF എന്നുള്ള ഫോമാറ്റ് സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുക. അപ്പൊ എന്ത് പറ്റും? നമ്മൾ കൊടുത്തിരിക്കുന്ന പിക്ചർ അവിടെ ഓപ്പൺ ആവില്ല. ഓക്കെ, അപ്പൊ പിക്ചർ ഓപ്പൺ ആണാതെ ആ ഒരു സ്ഥലം ബ്ലാങ്ക് ആയിട്ട് ഇങ്ങനെ ഒരു സ്ക്വയർ ബൗണ്ടറി പോലെയൊക്കെ എങ്ങനെ വരും, പക്ഷെ അവിടെ പിക്ചർ വരത്തില്ല. ചിലപ്പോൾ നിങ്ങളൊക്കെ കാണാം ഈ വിൻഡോ ഒക്കെ ഈ നെറ്റിലൊക്കെ എന്തെങ്കിലും ഓപ്പൺ ചെയ്യുമ്പോൾ ചിലപ്പം നെറ്റിന്റെ സ്പീഡ് കുറവ് കൊണ്ട് ചിലപ്പം പിക്ചറൊക്കെ ഓപ്പൺ ആയി വരുന്നതിന് മുമ്പ് ആ ഭാഗം ഇങ്ങനെ ബ്ലാങ്ക് ആയിട്ട് നിൽക്കുന്നത് നമുക്ക് കാണാം, അല്ലെ? പതുക്കെ ചിലപ്പോൾ അത് ഓപ്പൺ ആയി വരും. പക്ഷേ ചിലപ്പോൾ അത് സ്ഥിരമായിട്ട് ഓപ്പൺ ആവാതെ നിൽക്കുന്നത് വരാം. അപ്പൊ അത് ബ്രൗസർ വിൻഡോയുടെ പ്രശ്നം കൊണ്ടോ പിക്ചറിന്റെ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടാവും. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം കൊണ്ട് നമ്മുടെ പിക്ചർ സപ്പോർട്ട് ആവുന്നില്ല, ആ യൂസർ ഉപയോഗിക്കുന്ന സിസ്റ്റത്തിൽ അത് ഓപ്പൺ ആവുന്നില്ല എങ്കിൽ, അങ്ങനെ ഒരു പ്രശ്നം വന്നാൽ നമ്മൾ മുൻകൂട്ടി പറയുകയാണ്, അങ്ങനെ ഒരു പ്രശ്നം വന്നാൽ പിക്ചർ ഓപ്പൺ ആയിട്ടില്ലെങ്കിൽ അതിന് പകരമായിട്ട് ഒരു ടെക്സ്റ്റിനെ നമ്മൾ ഡിസ്പ്ലേ ചെയ്യിക്കുന്നു. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് ഓൾട്ട് എന്നുള്ള ആട്രിബ്യൂട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ ഞാൻ IMG ടാഗിന്റെ കൂടെ ഓൾട്ട് എന്നുള്ള ആട്രിബ്യൂട്ട് കൊടുക്കുന്നുണ്ട് എങ്കിൽ ആ ഓൾട്ടിന്റെ വാല്യൂ ആയിട്ട് നമ്മൾ കൊടുക്കുന്ന മെസ്സേജ് ആണ് പിക്ചർ ഓപ്പൺ ആയിട്ടില്ല എങ്കിൽ അവിടെ ഡിസ്പ്ലേ ചെയ്യാം. അപ്പൊ നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ബ്രൗസർ സപ്പോർട്ട് ചെയ്യാത്ത പ്രശ്നം മാത്രമേ നമ്മൾ മുൻകൂട്ടി കാണുന്നുള്ളൂ എങ്കിൽ നമുക്ക് വേണമെങ്കിൽ നേരത്തെ മെസ്സേജ് എഴുതി കൊടുക്കാം, ദിസ് പിക്ചർ ഈസ് നോട്ട് ഡിസ്പ്ലേയിങ് ബിക്കോസ് യുവർ ബ്രൗസർ വിൻഡോ ഇസ് നോട്ട് സപ്പോർട്ടിങ് ദ പിക്ചർ, അല്ലെങ്കിൽ പിക്ചർ ഫോമാറ്റ്. അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു മെസ്സേജ് നമ്മൾ അവിടെ എഴുതി വെച്ചാൽ പിക്ചർ ഓപ്പൺ ആയിട്ടില്ല എങ്കിൽ പകരം ഈ മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യും. പിക്ചർ അവിടെ ഡിസ്പ്ലേ ആവുന്നുണ്ട് എങ്കിൽ ഈ മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യില്ല. ക്ലിയർ ആയോ? അപ്പം ഇതിലേതെങ്കിലും ഒന്നേ നടക്കുകയുള്ളൂ. പിക്ചർ വരുന്നുണ്ട് എങ്കിൽ ഓൾട്ടിൽ നമ്മൾ കൊടുക്കുന്ന മെസ്സേജ് ഡിസ്പ്ലേ ആവില്ല. പിക്ചർ വരുന്നില്ല എങ്കിൽ മാത്രമേ ഓൾട്ടിലെ മെസ്സേജ് ഡിസ്പ്ലേ ആവുകയുള്ളൂ.
ക്ലിയർ? അപ്പൊ ഓൾട്ട് കൊടുക്കണം നിർബന്ധമൊന്നുമില്ല. നമുക്ക് വേണമെങ്കിൽ ഒരു മെസ്സേജ് പിക്ചർ ഓപ്പൺ ആവാത്ത ഇന്ന കാരണം കൊണ്ടാണ് എന്ന് മറ്റുള്ളവർക്ക് ഒരു മെസ്സേജ് നമുക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഓൾട്ട് എന്നുള്ള ആട്രിബ്യൂട്ട് ഉപയോഗിച്ച് അത് ചെയ്യാവുന്നതാണ്. ക്ലിയർ? ഓക്കെ. അപ്പം ഈ 8 ആട്രിബ്യൂട്ട്സ് ആണ് നമുക്ക് IMG ടാഗുമായിട്ട് ബന്ധപ്പെടുത്തി പഠിക്കാനുള്ളത്. ഏതൊക്കെയായിരുന്നു? ഒന്നാമത്തത് SRC എന്ന് പറയുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആട്രിബ്യൂട്ട്, അതായത് പാത്ത് കൊടുക്കാനുള്ള ആട്രിബ്യൂട്ട്. അത് നിർബന്ധമായിട്ടും IMG ടാഗിന്റെ കൂടെ ഉപയോഗിക്കേണ്ട ആട്രിബ്യൂട്ട് ആണ്. രണ്ടാമത്തതാണ് ഹൈറ്റും വിഡ്ത്തും, അല്ലെ? അത് പിക്ചറിന്റെ ഹൈറ്റും വിഡ്ത്തും സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. കൊടുക്കുന്നതാണ് നല്ലത്. കൊടുത്തിട്ടില്ല എങ്കിൽ വലിയ റെസൊല്യൂഷനുള്ള പിക്ചർ ആണെങ്കിൽ വലിയൊരു പിക്ചറായിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ബ്രൗസർ വിൻഡോയ്ക്ക് പുറത്തൊക്കെ പോകുന്ന രീതിയിൽ അത് ഡിസ്പ്ലേ വന്നു വരും. അതുകൊണ്ട് ഹൈറ്റും വിഡ്ത്തും നമുക്ക് പിക്സലിലോ പെർസെന്റേജിലോ കൊടുക്കാവുന്നതാണ്. അതിനുശേഷമുള്ളതാണ് H സ്പേസും V സ്പേസും, അല്ലെ? ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഒന്നിൽ കൂടുതൽ പിക്ചേഴ്സ് ആഡ് ചെയ്യുന്ന കേസിൽ ഹൊറിസോണ്ടൽ ആയിട്ട് ചെയ്തിട്ടുള്ള പിക്ചേഴ്സിന്റെ ഹൊറിസോണ്ടൽ സ്പേസിംഗ് അലൈൻ ചെയ്യാൻ വേണ്ടി H സ്പേസും, വെർട്ടിക്കൽ ആയിട്ട് അലൈൻ ചെയ്തിട്ടുള്ള പിക്ചേഴ്സിന്റെ സ്പേസിംഗ് കൊടുക്കാൻ വേണ്ടി V സ്പേസും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെയുള്ള ഒരു ആട്രിബ്യൂട്ട് ആണ് അലൈൻ എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട്, അല്ലെ? നമ്മൾ ഇമേജിന്റെ കൂടെ കൊടുക്കുന്ന ടെക്സ്റ്റുകൾ ബോട്ടം അലൈൻ വേണോ, മിഡിൽ അലൈൻമെന്റ് വേണോ, ടോപ്പ് അലൈൻമെന്റ് വേണോ എന്ന് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ആട്രിബ്യൂട്ട് ആണ് അലൈൻ എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട്. പിന്നെ അതിനുശേഷമുള്ളതാണ് ബോർഡർ. നമ്മൾ കൊടുക്കുന്ന ഇമേജിന് ഒരു ബോർഡർ കൊടുക്കണമെങ്കിൽ നമുക്ക് ബോർഡർ എന്നുള്ള ആട്രിബ്യൂട്ട് ഉപയോഗിക്കാം. ചെറിയ പിക്സലുള്ള ചെറിയൊരു വാല്യൂ അതിന് വേണമെങ്കിൽ കൊടുക്കാം. പിന്നെ ലാസ്റ്റ് വണ്ണാണ് ഓൾട്ട് എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട്. നമ്മുടെ പിക്ചർ ഏതെങ്കിലും കാരണത്താൽ അവിടെ ഡിസ്പ്ലേ ആവുന്നില്ല എങ്കിൽ, ബ്രൗസർ സപ്പോർട്ട് ചെയ്യാത്തതുകൊണ്ടോ മറ്റെന്ത് കാരണം കൊണ്ടോ അവിടെ ഡിസ്പ്ലേ ആവുന്നില്ല എങ്കിൽ പകരം ഒരു മെസ്സേജ് കൊടുക്കാൻ, ഒരു ഓൾട്ടർനേറ്റീവ് മെസ്സേജ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആട്രിബ്യൂട്ട് ആണ് ഓൾട്ട് എന്നുള്ള ആട്രിബ്യൂട്ട്. അപ്പൊ ഇത്തരത്തിലുള്ള 8 ആട്രിബ്യൂട്ടുകളാണ്. ഒന്നുകൂടെ പറയാം: SRC, ഹൈറ്റ്, വിഡ്ത്ത്, H സ്പേസ്, V സ്പേസ്, അലൈൻ, ബോർഡർ, ഓൾട്ട്. ഇത്തരത്തിലുള്ള 8 ആട്രിബ്യൂട്ടുകളാണ് നമുക്ക് ഇമേജുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. ചിലപ്പോൾ ചെറിയ മാർക്കിനൊക്കെ ചോദിച്ചേക്കാം ഇതിന്റെ ആട്രിബ്യൂട്ടുകൾ മാത്രം ഏതാണെന്ന്. ഇപ്പൊ 4 ആട്രിബ്യൂട്ടുകൾ എഴുതാം, അല്ലെങ്കിൽ 8 ആട്രിബ്യൂട്ടുകൾ ഏതാണെന്ന് പേര് മാത്രം എഴുതാൻ പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ എക്സാമിനൊക്കെ ചോദിച്ചിട്ടുമുണ്ട്. അപ്പൊ ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ചിലതിന്റെ ഒന്നും എക്സാമ്പിളുകൾ നമ്മൾ കാണിച്ചിട്ടില്ല. അപ്പൊ ഇനി ഒന്നിൽ കൂടുതൽ ആട്രിബ്യൂട്ടുകൾ കൊടുക്കുമ്പോൾ എങ്ങനെ കൊടുക്കണം, സ്പേസ് ഇട്ട് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനുള്ള ഒരു ചെറിയ എക്സാമ്പിൾ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞ ഹൈറ്റും വിഡ്ത്തും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട്, ബോർഡറും ഒക്കെ കൊടുത്തുകൊണ്ടുള്ള ഒരു എക്സാമ്പിൾ എഴുതുകയാണെങ്കിൽ ഈ രീതിയിലൊരു എക്സാമ്പിൾ നമുക്ക്, അതിന്റെ ഒരു ഔട്ട്പുട്ട് ഞാൻ കാണിക്കുന്നില്ല, കാരണം ഞാൻ ഒരു ഇമേജ് ആയിട്ടൊക്കെ ആഡ് ചെയ്ത് സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് കാണിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുകൊണ്ടാണ്. തൽക്കാലം നിങ്ങൾ ഇങ്ങനെ കൊടുക്കാം എന്നുള്ളതൊന്ന് മനസ്സിലാക്കി വെക്കാം. പിന്നെ നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ സിസ്റ്റത്തിലോ അല്ലെങ്കിൽ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള HTML ചെയ്യാവുന്ന ആപ്പ് ഉപയോഗിച്ചോ നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ടെക്സ്റ്റിൽ എല്ലാത്തിന്റെയും എക്സാമ്പിൾ മോഡലുകൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ച് ചെയ്ത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഈ ഓരോ ആട്രിബ്യൂട്ടുകളും ഈ ഓരോ പർപ്പസിനാണ് എന്നുള്ളത് കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഓരോന്നിന്റെ ഉപയോഗം എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കുക. നമുക്ക് വളരെ ഉപകാരപ്പെടുന്ന കുറെ ആട്രിബ്യൂട്ടും അതിന്റെ വാല്യൂസിനെ കുറിച്ചൊക്കെയാണ് ഇവിടെ പറഞ്ഞത്. അപ്പം ഇന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതിന്റെ നോട്ടൊക്കെ കൃത്യമായിട്ട് എഴുതി വെക്കുക. ആട്രിബ്യൂട്ട്സിനെ കുറിച്ചുള്ള എക്സ്പ്ലനേഷൻസ് ഒക്കെ കൃത്യമായിട്ട് എഴുതി വെക്കുക. എക്സാമ്പിളുകൾ തന്നിട്ടുള്ളതൊക്കെ എഴുതി വെക്കുക. ടെക്സ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ടെക്സ്റ്റിലും ചില എക്സാമ്പിളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും കൂടെ ആഡ് ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പം അടുത്ത വീഡിയോയിൽ വേറൊരു കാര്യം പറയാൻ വിട്ടുപോയി. ഈ ഒരു പോർഷനോട് കൂടി നമ്മുടെ 4ാമത്തെ ചാപ്റ്റർ അവസാനിക്കുകയാണ്. എന്ന് കരുതി HTML അവസാനിച്ചു എന്നില്ല. HTML ഇനിയും കണ്ടിന്യൂ ചെയ്യുന്നു. 5ാമത്തെ ചാപ്റ്ററിൽ അത് കണ്ടിന്യൂ ചെയ്യുകയാണ്. മൊത്തത്തിൽ ഒരു ചാപ്റ്റർ ആയിട്ട് പറയണ്ട എന്നുള്ളത് കൊണ്ട് 4ാമത്തെ ചാപ്റ്റർ IMG ടാഗ് വെച്ചിട്ട് അവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. ഇനി 5ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ മുതൽ HTML മറ്റു കാര്യങ്ങളായിട്ട് 5ാമത്തെ ചാപ്റ്റർ കണ്ടിന്യൂ ചെയ്യും. അപ്പൊ HTML ഇവിടെ അവസാനിക്കുന്നില്ല, ഈ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വർക്കൗട്ടുകളും കാര്യങ്ങളും തുടങ്ങിയ കാര്യങ്ങളൊക്കെ ടെക്സ്റ്റിലുണ്ട്. അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കാൻ വേണ്ടി ശ്രമിക്കുക. നോട്ടും കാര്യങ്ങളും ചെറിയ വർക്കൗട്ടുകളും ഞാൻ PDF ആയിട്ട് തരാം. അതും എല്ലാവരും ഒന്ന് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. സോ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.